നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് അജീഷ. അങ്കമാലിലെ നടുവട്ടത്താണ് എൻ്റെ വീട്. ഇതെൻ്റെ ഹസ്ബൻഡ് കൃഷ്ണകുമാർ. ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. 2021 ഓഗസ്റ്റിൽ പേഷ്യൻറ്റിനെ നോക്കണതിൻ്റെ ഇടയിൽ എനിക്ക് കോവിഡ് വന്നിട്ട് അരക്കീഴ്പോട്ട് തളർന്നു പോയായിരുന്നു. ആ സമയത്ത് എൻ്റെ കൂട്ടുകാരി അജിയാണ് എനിക്ക് വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അവൾ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ കാലുകളൊക്കെ അനങ്ങാൻ തുടങ്ങി. വീൽ ചെയറിലേക്ക് ആയി ഞാൻ. അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടേഴ്സിനെ എല്ലാവരും കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇനി നടക്കാൻ സാധ്യതയില്ല, ചിലപ്പോൾ നടക്കും, ഒരു സർജറി ചെയ്താൽ ചിലപ്പോൾ നടക്കാം, ചിലപ്പോൾ ഒന്നും കൂടി തളരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പൈസയും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ട്രീറ്റ്മെൻറ്റൊക്കെ നിർത്തി. അജി പ്രയറൊക്കെ അയച്ചു തന്നത് ഞങ്ങൾ രാവിലെയും വൈകുന്നേരവും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നന്നായിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് വീൽ ചെയറിൽ നിന്ന് പിന്നെ ഞാൻ വടി കുത്തി നടക്കാൻ തുടങ്ങി. ആ സമയത്ത് 2022 ഏപ്രിൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഞാൻ ഉടമ്പടി തീർത്ഥാടന ഉടമ്പടി എടുത്തു. ആ ഉടമ്പടിക്ക് വന്ന ദിവസം എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടായിരുന്നു. ആൾ ഒട്ടും ഇഷ്ടമില്ലാണ്ട് ഇങ്ങോട്ട് വന്ന് അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു റെഡ് കളർ ഷർട്ടും വെള്ളമുണ്ടും ഇട്ട ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചു. കുറ്റി താടിയൊക്കെ ആയിട്ട്. ഉച്ചയ്ക്ക് 3 മണിയായിരുന്നു സമയം. എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറ്റിയതാന്ന് പറഞ്ഞു. അപ്പോൾ ആൾ കൂടെ ആരാ വന്നതെന്ന് ചോദിച്ചു. ഹസ്ബൻഡാന്ന് പറഞ്ഞു. ചേട്ടനെ ഞാൻ കാണിച്ചു കൊടുത്ത് തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കിയപ്പോൾ ആളെ കാണാനില്ല. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, എനിക്ക് ഈശോനെ കണ്ടൊരു അനുഭൂതിയായിരുന്നു. ആ ഒരു പ്രദക്ഷിണം ഉണ്ടായിരുന്നു. ആൾ ആ പ്രദക്ഷിണത്തിൽ കയറിപ്പോയി. മണി മുഴങ്ങിയപ്പോൾ തന്നെ. എന്നിട്ട് ഞാനും ചേട്ടനും കൂടി ഇവിടെയൊക്കെ നോക്കിയിട്ട് ആളെ കണ്ടില്ല. ആ സ്പോട്ടിൽ തന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഹസ്ബൻഡിനും കാണാനില്ല. പുള്ളിക്ക് പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ വയറ്റിൽ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചാൽ അപ്പോൾ വയറ്റിൽ നിന്ന് ബ്ലഡൊക്കെ പോണ ഇതുണ്ടായിരുന്നു. അപ്പോൾ തന്നെ പുള്ളിക്ക് വയറ്റിൽ നിന്ന് ബ്ലഡ് പോലെ പോയി. ആ നിമിഷം ആളുടെ പാൻക്രിയാറ്റൈറ്റിസ് മാറി. ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ എല്ലാ ഫുഡും കഴിക്കുക, ആൾക്ക് ഒരു കുഴപ്പമില്ല. അതുമാതിരി ഇവിടെ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മുകളിലേക്ക് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മോൻ കയറണ്ടെന്ന് പറഞ്ഞു, വടി കുത്തി നടക്കണുണ്ട്. പക്ഷെ ഞാൻ അച്ഛനൊരു ഉടമ്പടിയിൽ ധ്യാനത്തിൽ പറയണുണ്ടായിരുന്നു, നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ട് മുകളിൽ വരെ ചെന്ന് ഉടമ്പടി എടുക്കുന്നു അതിൻ്റെ ഫലം നമുക്ക് തരുമെന്ന് അച്ഛൻ പറയണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡ് കൈയും പിടിച്ച് 2ാം നില വരെ കയറി ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ പോയി. ഒരു ട്രീറ്റ്മെൻറ്റും ഫിസിയോതെറാപ്പി ഒന്നുമില്ലാണ്ട് ഇപ്പം ഞാൻ ഉഷാറായിട്ട് നടക്കുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, 2 വീലർ ഓടിക്കുന്നുണ്ട്, വീട്ടിലെല്ലാ പണികളും ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ജോലി 3 വർഷം ഗ്യാപ്പായപ്പോൾ ജോലി കിട്ടൂല്ലേന്ന് സംശയമായിരുന്നു. അപ്പോൾ ഞാൻ അങ്കമാലിലൊരു ഹോസ്പിറ്റലിൽ ഓൺലൈനായിട്ട് അപേക്ഷ വിട്ടു. അവർ വിളിക്കുന്ന കാണാനില്ല. അപ്പോൾ ഞാനും ചേട്ടനും കൂടി അങ്കമാലിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയതാണ്. ഞാൻ വെറുതെ അവിടെ HR കയറി ചോദിച്ചപ്പോൾ HR കുട്ടി പറഞ്ഞു, സിസ്റ്ററിനെ കാണി നഴ്സിംഗ് സൂപ്രണ്ടെന്ന് പറഞ്ഞു. ഞാനപ്പോൾ അവിടെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് സിസ്റ്ററിൻ്റെ ഓഫീസിൽ ചെന്ന വഴി സിസ്റ്റർ 3 വർഷം ഗ്യാപ്പുള്ളവരവർ എടുക്കില്ല. സിസ്റ്റർ എന്നോട് പറഞ്ഞു എക്സാം എഴുതുമെന്ന് പറഞ്ഞു. 3 വർഷമായിട്ട് പ്രാക്ടിക്കൽ ഫീൽഡ് ഞാൻ ഒന്നും എനിക്കറിയില്ല, ഒന്നും പഠിച്ചിട്ടില്ല. നമ്മൾ പഠിച്ച സമയത്തുള്ളതല്ലേ ഉള്ളൂ. മാതാവിനെ വിചാരിച്ച് സിസ്റ്റർ ഇരിക്കുന്നതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. കാശുരൂപം വെച്ച് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുരിശ് വരച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ ഇരുന്ന് എക്സാം എഴുതി. ആ എക്സാമിന് ഞാൻ പാസ്സായി, തിയറി എക്സാം പാസ്സായി. അപ്പോൾ തന്നെ സിസ്റ്റർ എന്നോട് പറഞ്ഞു പ്രാക്ടിക്കൽ പോകാൻ പറഞ്ഞു. പ്രാക്ടിക്കൽ പോയി പാസ്സായി, ഇൻ്റർവ്യൂവിന് ചെന്ന് പാസ്സായി, എനിക്ക് ജോലിയും കിട്ടി. 3 വർഷം ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അവർ ആദ്യം 6 മാസം ട്രെയിനിങ്ങാണ് പറഞ്ഞത്. പിന്നെ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ സിസ്റ്റർ അത് 5 ആയി 4 ആയി, പിന്നെ 3 മാസമായി. സിസ്റ്ററിൻ്റെ അടുത്ത് 3 മാസം ട്രെയിനിങ് മതി എന്ന് പറഞ്ഞു. പക്ഷേ ജോലിക്ക് പോയെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം എഴുതി കൊടുത്തപ്പോൾ എന്നോട് ക്ലിൻ്റൺ അച്ഛൻ പറഞ്ഞു സാക്ഷ്യം പറയാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു വിഷയം കൂടി നടക്കാനുള്ളത് ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞ് എഴുതി വാങ്ങിച്ചു പോയി. ജോലിക്ക് പോയി 20ാമത്തെ ദിവസമായപ്പോഴേക്ക് എനിക്ക് ശ്വാസം മുട്ട്, പനി, കാലുവേദനയൊക്കെ വന്ന് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പം ഇനി 20ാം തീയതി തൊട്ട് കയറുള്ളൂ. ഇപ്പോൾ സിക്ക് ലീവിലാണ്. അപ്പോൾ എൻ്റെ അമ്മ, അച്ഛൻ എല്ലാവരും എന്നെ കാണുന്ന എല്ലാവരും പറയുകയാണ്, ഈ ഉടമ്പടിനെ പറ്റി അറിയാത്തവർ പോലും എൻ്റെ അടുത്ത് പറയാം, നീ സാക്ഷ്യം പറയും, സാക്ഷ്യം പറയാത്തതുകൊണ്ടായിരിക്കും നിനക്ക് ജോലി ചെയ്യാൻ പറ്റാത്തതെന്ന്. അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി വന്നത്. അതുമാതിരി 2ാമത്തെ കാര്യം, എൻ്റെ ആങ്ങളയ്ക്ക് 3 വർഷം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞിട്ട്. അവന് വിശ്വാസമൊന്നുമില്ല, അന്ന് ഉണ്ട് എന്ന് പറഞ്ഞുണ്ട്. ഞാനപ്പോൾ ഇവിടെ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് 2023 സെപ്റ്റംബർ 14 അവനൊരു പെൺകുഞ്ഞുണ്ടായി. ആരോഗ്യത്തോടുള്ളൊരു കുഞ്ഞിനെ കിട്ടി. പിന്നെ എൻ്റെ ജീവിത പങ്കാളിക്ക് ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല. ദൈവം ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കുറേ പ്രാർത്ഥിച്ചാൽ ഭ്രാന്താവും എന്ന് പറയും. അപ്പം ഞാൻ ബൈബിളൊക്കെ വായിക്കുമ്പോൾ ആൾ ചിലപ്പോൾ അതെടുത്ത് എറിഞ്ഞ് കളയും, ചീത്ത പറയും. ആളെ കാണാണ്ടൊക്കെ ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം ബ്രദർ വിജയകുമാറിൻ്റെ ടോക്കിൽ ബ്രദർ പറയുന്നുണ്ടായിരുന്നു, ഭർത്താവ് സ്ഥിരമായിട്ട് കള്ളു കുടിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് തല്ലിടാണ്ട് അവർക്ക് വേണ്ടി മാതാവിനോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ. അപ്പോൾ എൻ്റെ ഭർത്താവ് കുടിക്കുമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ പ്രാർത്ഥിക്കണമില്ല, പ്രാർത്ഥിപ്പിക്കുകയില്ല. അപ്പം ഞാൻ അപ്പം തന്നെ അവിടെ ഇരുന്നിട്ട് കൊന്ത ചൊല്ലി ഒന്ന്
പ്രാർത്ഥനയിൽ കൂടണട്ടെ എന്നാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ ഇപ്പം എന്നേലും മുമ്പ് വെളുപ്പിന് എണീറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലും. ഞങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ട് കുർബാനയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ. ആൾ തന്നെ മൊബൈലിൽ കുർബാന വെച്ച് കുർബാന കൂടും. അരമണിക്കൂർ ഞാൻ വായിച്ച ആൾ 1 മണിക്കൂർ ബൈബിൾ വായിക്കും, കൊന്ത ചൊല്ലും. ഇതൊക്കെ ചെയ്യും. എന്നേക്കാൾ കൂടുതൽ വിശ്വാസത്തിലെ ആളാണ് ഇപ്പോൾ ഉടമ്പടി എടുത്തേക്കേണ്ടതും കാര്യങ്ങൾ ചെയ്യണതൊക്കെ ചെയ്യണത്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും വയ്യാത്തവരാണ്. അച്ഛൻ വീട്ടിൽ ഓക്സിജനൊക്കെ വെച്ച് കിടക്കുകയാണ്. അച്ഛൻ ഒരു പ്രാവശ്യം ചാലാക്യ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ വർഷം അഡ്മിറ്റായി. അപ്പോൾ 90% അച്ഛനെ കിട്ടില്ല എന്നാണ് പറഞ്ഞത്. CPAP വെച്ച് ICUലായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ പത്രമൊന്നുമില്ല. ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി ബസ്സിൽ കയറിയപ്പോൾ ഫസ്റ്റ് ഞാൻ കാലെടുത്ത് വെക്കുന്ന സ്റ്റെപ്പിൽ ഒരു കാശ് രൂപം കിടക്കണം. ആരുടെയാണ് അറിയില്ല, വീണും നഷ്ടപ്പെട്ടു പോയെന്താ. ആ കാശ് രൂപം ഞാൻ എടുത്തു. ഞാനും ഹസ്ബൻഡും കൂടി ഹോസ്പിറ്റലിൽ ചെന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇതിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അവിടെയുള്ള എല്ലാ നഴ്സുമാർക്കും ഇരിക്കുന്ന രോഗികളുടെ ബൈസ്റ്റാൻഡേഴ്സിനും ഞങ്ങൾ വിതരണം ചെയ്തു. കാശ് രൂപം എൻ്റെ അച്ഛൻ്റെ തലേൻ്റെ അടിയിൽ വെച്ചു. അപ്പം തന്നെ ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണം അവിടെ വന്നു. ആ വൈകുന്നേരം തന്നെ എൻ്റെ അച്ഛൻ ഉഷാറായിട്ട് പുറത്തേക്ക് ഇറക്കി. ഇപ്പോഴും ഓക്സിജൻ ഉണ്ടെങ്കിലും ആൾ പണ്ടത്തേക്കാൾ ആക്റ്റീവാണ്. ഭയങ്കര ഉഷാറായിട്ടാണ് നടക്കണേ. അതുമാതിരി തന്നെ അമ്മയ്ക്കും ഒരു സൗഖ്യം കിട്ടി. അമ്മയുടെ കൈവിരൽ മടങ്ങിയിട്ട് ഡോക്ടർ പറഞ്ഞു ഇത്രയും പ്രായമായില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ജീവിതകാലം മുഴുവൻ വേദന അനുഭവിക്കണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ എൻ്റെ കയ്യിൽ അമ്മച്ചിയുടെ കയ്യാൻ സങ്കല്പിച്ച് ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞ് വിളിച്ചപ്പോൾ എത്ര വേദന കുറവുണ്ടെങ്കിൽ അമ്മ വലുതായിട്ട് പറയണ അമ്മയാണ്. അമ്മ പറയും എനിക്ക് വേദനയേ ഇല്ല എന്ന്, ഫുള്ളായിട്ട് മാറിയെന്ന്. അങ്ങനെ ഒരു സൗഖ്യം ലഭിച്ചു. പിന്നെ അതുമാതിരി അച്ഛനമ്മ ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കണേ. അപ്പോൾ അയൽവക്കത്തൊരു പയ്യൻ അതിർത്തി പ്രശ്നമായിട്ട് അച്ഛനെ തല്ലുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കാൻ പോയ പാർട്ടി ബേസിസിൽ നമുക്ക് ഒരു വില കിട്ടില്ല ഇവിടെ. ഞാനിവിടെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് ഇന്ന ദിവസം എനിക്ക് നടക്കണട്ടെന്ന് പറഞ്ഞു. ആ ദിവസം തന്നെ മെമ്പർ ഇങ്ങോട്ട് വന്ന് ഞങ്ങളുടെ അടുത്ത് സംസാരിച്ച് അതിർത്തി തിരിച്ച് വേലി കെട്ടി. ഇപ്പോൾ ഒരു പ്രശ്നമില്ല, നല്ല രീതിയിൽ അവിടെ പോകണം. അയൽവക്കക്കാരായിട്ടും പ്രശ്നമില്ല, സന്തോഷമായിട്ട് പോകണം. ഇതിലും കൂടുതൽ അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സമയപരിധി കൊണ്ടാണ് പറയാത്തത്. എനിക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ശ്വാസം മുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഹേലർ ആവശ്യത്തിന് മാത്രം എന്ന് പറഞ്ഞ് ഉപയോഗിക്കുമായിരുന്നു. ഇപ്പം എനിക്ക് ഇവിടെ വന്ന് തൈലം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മാസം ഞാൻ വയ്യാണ്ടായി എന്ന് പറഞ്ഞില്ലേ ജോലിക്ക് പോകുന്ന സമയത്ത്, അതിപ്പോൾ ഇച്ചിരി വന്നല്ലാണ്ട് പിന്നെ എനിക്ക് പൂർണ്ണമായിട്ട് മാറി. അതിപ്പോൾ വലിക്കേണ്ട ആവശ്യമില്ല. ഇൻഹേലർ ഞാൻ വലിക്കണില്ല. ഇപ്പം എനിക്കത് പൂർണ്ണമായിട്ട് മാറ്റി തന്നു മാതാവ്. പിന്നെ ആത്മീയ ജീവിതത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ ഞാൻ പ്രാർത്ഥിക്കും എത്രയും തേളം മാതാവൊക്കെ 100 എണ്ണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാം, എൻ്റെ കാര്യം നടക്കാൻ മാത്രം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മറന്നൊന്നും ചൊല്ലൂല. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ 2 പേരും ചേട്ടനും ഞാനും രാവിലെ എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കുർബാന ഓൺലൈനിൽ കൂടും, കൊന്ത ചൊല്ലും. കൊന്ത എത്രത്തോളം ചൊല്ലാൻ പറ്റും അത്രത്തോളം ചൊല്ലും. എവിടേക്കെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ ബൈക്കേൽ ഇരുന്നിട്ട് ഞാൻ അവിടെ എത്തണ വരെ ചൊല്ലും, ഒരു കൊന്ത തിരിച്ച് ചൊല്ലും. ആദ്യം എനിക്ക് ഈ രഹസ്യങ്ങളൊന്നും അറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ പള്ളിയിൽ ഇങ്ങനെ ഓരോ ഫോട്ടോ വെച്ചിട്ടില്ലേ കുരിശിൻ്റെ വഴിയുടെ, അത് നോക്കിയിട്ട് ഞാൻ അത് മനസ്സിൽ വിചാരിച്ച ചൊല്ലാറ്. ഇപ്പം എനിക്ക് എല്ലാ രഹസ്യങ്ങളും അറിയാം. കൊന്ത ചൊല്ലും ഞങ്ങൾ നന്നായിട്ട്. 2 പേരും കൊന്ത ചൊല്ലും, ബൈബിളും വായിക്കും, എല്ലാം ചെയ്യും. പ്രാർത്ഥന ഇല്ലാണ്ട് ഒരു പരിപാടി നമുക്കില്ല. ചേട്ടൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ പ്രാർത്ഥന കഴിയാണ്ട് ആൾ ഫുഡ് കഴിക്കില്ല, നിർബന്ധമാണ്. എവിടെ പോയാലും മാതാവിനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവില്ല എന്നുള്ള രീതിയാണ് ഞങ്ങളുടെ വീട്ടിൽ. ഇപ്പം ഞാനും ആൾ മാത്രമേ ഉള്ളൂ ഇവിടെ. നന്നായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥിച്ച് നേടുകയാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും മാതാവിൽ നിന്ന്. അതുമാതിരി പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ധ്യാനവും സാക്ഷ്യങ്ങളൊക്കെ ഞാൻ പ്രാർത്ഥിച്ച് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം PSC പരീക്ഷ ഉണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് ഞാൻ പഠിക്കുകയല്ല ചെയ്ത് എല്ലാവരുടെ അടുത്തും പോയി മാതാവിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ എന്നെ അറിയുന്ന എല്ലാവരെയും, ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലും ഇപ്പോൾ വർക്ക് ചെയ്യുന്നിടത്ത് എല്ലായിടത്തും എൻ്റെ സാക്ഷ്യം പറഞ്ഞു ഞാൻ എല്ലാവരെയും മാതാവിൻ്റെ കാര്യം പറയാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ വയ്യാതിരുന്നപ്പോൾ എൻ്റെ കൂട്ടുകാരികളൊക്കെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം പോലെ എനിക്ക് പൈസ അയച്ചു തരും. 1000 ആണോ 2000 ആണോ എത്രയാണോ അവർ അയച്ചു തന്നത്, എനിക്ക് 100 ആവശ്യം ഉണ്ടായാലും അതിൽ കറക്റ്റ് പകുതി എടുത്ത് ഞാൻ ഫുഡ് എൻ്റെ അമ്മേനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ച് എല്ലാവർക്കും ഓർഫണേജിലും വഴിയിലിരിക്കുന്നവർക്കൊക്കെ കൊണ്ടുകൊടുക്കുമായിരുന്നു. പിന്നെ പൈസയുടെ ആവശ്യമുള്ളവർക്ക് എൻ്റെ 100 രൂപയാണെന്നുണ്ടെങ്കിൽ ആ 100 രൂപ ഞാൻ കൊടുത്ത് എല്ലാവരെയും സഹായിക്കും. ഇത്തരം അനുഗ്രഹങ്ങൾ എനിക്ക് തന്നതിന് ഈശോയ്ക്ക് അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. വലിയൊരു സാക്ഷ്യമാണ് നടുവട്ടത്ത് വന്ന അജീഷയും അതുപോലെ തന്നെ കുടുംബം ഒരു സാക്ഷ്യമായിട്ട് നമ്മളുടെ മുമ്പിൽ നിന്ന് പങ്കുവെച്ചത്. ഏറെ പ്രത്യേകമായിട്ട് ഈ സഹോദരിക്ക് തന്നെ ലഭിച്ച വലിയൊരു രോഗസൗഖ്യം നമ്മളോട് പറഞ്ഞു. കൊറോണയ്ക്ക് ശേഷം 2 കാലം തളർന്നുപോയി, പിന്നെ വീൽ ചെയറിലായിരുന്നു. വടി കുത്തിപ്പിടിച്ചാണ് കൃപാസനത്തോട് കടന്നു വന്ന് തീർത്ഥാടക ഉടമ്പടി എടുക്കുന്നതെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ കൂട്ടുകാരിയായ ഒരു സഹോദരി ഈ മകൾക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വലിയ പ്രാർത്ഥനയുടെ ബലത്തിലാണ്
ഈ സഹോദരി വടികുത്തി പിടിച്ചാണെങ്കിലും കൃപാസനത്തോട് കടന്നു വന്ന് മരിയൻ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറഞ്ഞ വാക്കുകളാണ് ഈ സഹോദരിക്ക് പ്രചോദനം. നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ട് നമുക്കറിയാം ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണമായിട്ട് പ്രകടമാകുന്നത്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് ട്രാൻസ്മൈലൈറ്റിസ് എന്ന ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് റിക്കവർ എടുക്കാനൊക്കെ സമയമെടുക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ മരിയൻ ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണ സൗഖ്യം കിട്ടി. ഒപ്പം തന്നെ ഈ ഹസ്ബൻഡിൻ്റെ വിഷയം പറഞ്ഞു, പാൻക്രൈറ്റിസ് ആയിരുന്നു. തികച്ചും വ്യത്യസ്തമായൊരു സാക്ഷ്യമാണ്. ആദ്യമായിട്ടാണ് ഇവിടെ കൃപാസന അൾത്താരയിൽ ഇങ്ങനെയൊരു സാക്ഷ്യം പറയുന്നത്. അതായത് ഒരു റെഡ് ഷർട്ടും വൈറ്റ് മുണ്ടും എടുത്ത ഒരു വ്യക്തി വന്ന് എന്ത് പറ്റി മകന് എന്ന് ചോദിച്ചു. ആ സമയത്ത് തന്നെ കുറച്ച് സമയത്തിന് ശേഷം ഈ സഹോദരൻ യൂറിൻ പാസ് ചെയ്യും, പാൻക്രിയാറ്റിസ് സുഖപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞു. അത് ഒന്ന് പറയാമോ, എന്താണ് നടന്നതെന്ന്? ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വയറുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു, നീ പോയി ഉടമ്പടി എടുക്കുക, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഉടക്കിയാണ് താഴെ ഇരുന്നത് തന്നെ. അത് കഴിഞ്ഞ് ഒരാൾ വന്നു എന്ന് ഇവള് പറയുന്നുണ്ട്. അപ്പം ഞാൻ ആളെ കണ്ടൊന്നുമില്ല, എന്നെ നോക്കിയെന്നും പറഞ്ഞ ആൾ. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വേഗം ബാത്റൂമിലിട്ട് ഓടായിരുന്നു. അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും ബ്ലഡും കഫവും എല്ലാം കൂടി ഒന്നിച്ച് പോയി. ഞാൻ ഇവളോട് വന്ന് പറഞ്ഞു കാര്യം. അപ്പോൾ ഇവള് പറഞ്ഞ് ഒരാൾ എൻ്റെ അടുത്ത് വന്നു, ആളെന്നെ നോക്കിയെന്നൊക്കെയാണ് ആൾ പറഞ്ഞു. ഞാൻ കണ്ടില്ലായിരുന്നു ശരിക്കും. അതിനുശേഷം പൂർണ്ണമായിട്ട് രോഗസൗഖ്യം കിട്ടിയോ? ഓ ഞാൻ എത്ര നാൾ ബീഫ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ കഴിക്കാറുണ്ട്. അന്ന് വൈകുന്നേരം തന്നെ ഞാൻ അങ്കമാലിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവളോട് പറഞ്ഞു നമുക്കൊരു കപ്പയും പൊട്ടിയും കഴിക്കാമെന്ന് പറഞ്ഞു. ഞാനവിടെ ഇറങ്ങി നിന്ന് കപ്പയും പൊട്ടിയും കഴിച്ചു. പിന്നെ കുറച്ച് നാളത്തേക്ക് പിന്നെ ഒരു പ്രശ്നമില്ല, ഇപ്പോഴും ഒരു പ്രശ്നമില്ല എനിക്ക്. വലിയൊരു സൗഖ്യമാണത്. അത് തികച്ചും വ്യത്യസ്തമായിട്ടൊരു സാക്ഷ്യമാണ് കൃപാസന അൾത്താരയിൽ ഈ ദിവസം പങ്കുവയ്ക്കപ്പെടുന്നത്. പിന്നെ അതിനുശേഷം ഈ സഹോദരി പറഞ്ഞതുപോലെ തന്നെ ഹസ്ബൻഡിന് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വൈഫിനെ തടസ്സപ്പെടുത്തുമായിരുന്നു പറഞ്ഞു. ബഹുമാനപ്പെട്ട വിജയകുമാർ സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വൈഫ് ഹസ്ബൻഡിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നമുക്കറിയാം 1 കൊറിന്തോസ് 7:14 തിരുവചനം, അവിശ്വാസിയായ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, നേരെ അവരുടെ ഒരു അവിശ്വാസിയായ ഭർത്താവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാര്യ മുഖേനയാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്. ആ ഒരു തിരുവചനത്തിൻ്റെ വലിയൊരു സാക്ഷാത്കാരമായിട്ടാണ് ഇപ്പോൾ സഹോദരൻ തന്നെ ഇപ്പോൾ ഒരു വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനുള്ള വലിയ കൃപ കിട്ടി എന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത്. അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഈ സഹോദരിയുടെ തന്നെ 16 വർഷമായിട്ടുണ്ടായിരുന്ന ശ്വാസം വിട്ട് നഴ്സിംഗ് പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടാണ് നമ്മളോട് നടന്ന സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പച്ചൻ്റെ രോഗവിവരം പറഞ്ഞു, അതുപോലെ കാശിരൂപം തൊട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അന്ന് തന്നെ സൗഖ്യം പ്രാപിച്ച് വീട്ടിൽ വന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അമ്മച്ചിക്ക് കിട്ടിയ രോഗസൗഖ്യം, അതുപോലെ തന്നെ കുടുംബത്തെ മൊത്തം ഈ ഒരു മരിയൻ ഉടമ്പടി വിശ്വാസത്തിലേക്ക് ഉയർത്തി, സാക്ഷിയായി ഉയർത്തി. കിട്ടുന്ന പൈസ അത് വളരെ ദൈവസ്നേഹത്താൽ, ഗലാത്യ 5:6 തിരുവചനം അനുസരിച്ച് സ്നേഹത്താൽ പ്രവർത്തന നിരതമായ ഒരു വിശ്വാസത്തിൻ്റെ തലത്തിലേക്കാണ് ഈ അജീഷ എന്ന മകൾ ഉയർന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, എനിക്ക് കിട്ടുന്നത് എന്താണോ അതിൻ്റെ ഒരു പങ്ക് ആവശ്യക്കാരന് ഞാൻ കൊടുക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതനുസരിച്ച് നിങ്ങൾ മറ്റുള്ളവരോടും പ്രവർത്തിക്കണം. അതാണ് സുവിശേഷം നമുക്ക് പറഞ്ഞു തരുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത്. നിത്യതയോളം ഈ മരിയൻ ഉടമ്പടി വഴിയായിട്ട് കുടുംബത്തെ ഉയർത്തിയ ദൈവപിതാവിൻ്റെ വലിയ സ്നേഹത്തിന് ഒരിക്കൽ കൂടി കരങ്ങളടിച്ചുകൊണ്ട് നമുക്ക് ദൈവമാതാവിനെയും ദൈവപിതാവിനെയും. എൻ്റെ പേര് റീന മെൻഡസ്, എൻ്റെ ഹസ്ബൻഡ് ആൻ്റണി മെൻഡസ്. ഞങ്ങൾ എടക്കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഉടമ്പടി എടുത്തത് സെപ്റ്റംബറിലാണ്, സെപ്റ്റംബർ 22. അപ്പം ഞാനിവിടെ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് ഞങ്ങളുടെ 3ാമത്തെ കുട്ടി ഇപ്പോൾ 2 വയസ്സ് ഈ മറ്റന്നാണ് കംപ്ലീറ്റ് ആകുന്നത്. ജോസഫ് ഏഡന് വേണ്ടിയാണ്. ഇത് എൻ്റെ ലേറ്റ് പ്രഗ്നൻസി ആയിരുന്നു, ആഫ്റ്റർ 40 years. അപ്പോൾ എൻ്റെ ആദ്യത്തെ കുട്ടിക്ക് ഒരു 20 years ഉണ്ട്, അത്രയും ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആദ്യം പ്രഗ്നൻ്റ് ആയപ്പോഴത്തേനും ഹോസ്പിറ്റലിൽ കാണിച്ച് ചെക്കപ്പിന് പോയപ്പോഴത്തേനും ആദ്യം തന്നെ ഡോക്ടർ പറഞ്ഞത് ഈ പ്രഗ്നൻസി നിൽക്കത്തില്ല, ഇത് ടെർമിനേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ കാരണം ഒന്ന് ഞങ്ങളുടെ ഏജ്, പിന്നെ ഇത് ഹൈ റിസ്ക് ആണ്. അപ്പം എൻ്റെ ലൈഫിന് ഒത്തിരി റിസ്ക് ഉണ്ട്. പിന്നെ കുട്ടി കിട്ടോ ഇല്ലയോ എന്ന് ഒട്ടും പറയാൻ പറ്റില്ല. കിട്ടിയാൽ പോലും എന്തെങ്കിലും ഒരു ജന്മവൈകല്യങ്ങൾ ഉണ്ടാകും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം എന്നോട് തീരുമാനം എടുക്കാൻ പറഞ്ഞു. കോവിഡ് ടൈമായിരുന്നു 2021. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ ഈ പ്രഗ്നൻസിയും കൊണ്ട്
കണ്ടിന്യൂ ചെയ്യാനാണ് തീരുമാനിച്ചേക്കണേ എന്ന് പറഞ്ഞു. ഇപ്പോൾ സ്കാൻ ചെയ്തിട്ടും ഡോക്ടറിൻ്റെ മറുപടി അത് തന്നെ ആയിരുന്നു, ഈ അബോർഷൻ ചെയ്യണതായിരിക്കും നല്ലത്. ഞങ്ങൾ അങ്ങനെ ഇരിക്കെ അടുത്ത് തന്നെയുള്ള പള്ളിയിൽ പോയി ഒരു 2 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ച്, എന്നിട്ടും ആ തീരുമാനത്തിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വേറെ ഹോസ്പിറ്റലിൽ പോയി വീണ്ടും ചെക്കപ്പ് നടത്തി. അവിടെയും ഗൈനക്കോളജിസ്റ്റ് ഞങ്ങളോട് ഇത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അവർ പറഞ്ഞു, നിങ്ങൾ തീരുമാനിക്കാം, ഞാൻ ഉറപ്പ് തരാൻ പറ്റില്ല, ഹൈ റിസ്ക് ആണ് എൻ്റെ ലൈഫിന്. അതിനോടൊപ്പം കുട്ടി മിക്കവാറും എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് കുട്ടിയിലുണ്ടാകും. എന്നാലും ഞങ്ങൾ ഈശോ തന്ന ഈ ഒരു ഗിഫ്റ്റ് എന്തായാലും ഞങ്ങൾ ഇത് കൈനീട്ടി സ്വീകരിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്ത് റിസ്ക് ആയാലും ഞങ്ങൾ ഇതോടുകൂടി മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു. എന്നാൽ ഇവിടെ ഞങ്ങൾ കൃപാസനത്തിൽ വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അവിടുന്ന് കിട്ടുന്ന പേപ്പർ, മാതാവിൻ്റെ ആ പേപ്പർ വെച്ച് ഞങ്ങൾ എല്ലാ ദിവസവും കൊന്ത ചൊല്ലുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ അതെനിക്ക് എൻ്റെ ജോബ് ലീവ് ചെയ്യേണ്ടി വന്ന് അങ്ങനെ ഒരു 8 മന്ത് ആയപ്പോൾ സ്കാനിങ്ങും ഒരുപാട് ടെസ്റ്റുകളും ഒക്കെ നടത്തേണ്ടി വന്ന് കുട്ടിയുടെ ഗ്രോത്തും എല്ലാം നോക്കിയും കൊണ്ട്. അപ്പോൾ മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് അതുവരെ ഒരു കോംപ്ലിക്കേഷൻസും ഉണ്ടായിരുന്നില്ല. പക്ഷേ 8 മന്ത് അൾട്രാസൗണ്ടിൽ കുട്ടിയുടെ ലെഫ്റ്റ് കിഡ്നിയിൽ സിവിയർ യുറേട്രോ നെഫ്രോസിസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഡിറ്റക്റ്റ് ചെയ്തു. റൈറ്റ് കിഡ്നിയുടെ ഫങ്ഷനും കുറവാണെന്ന് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ എന്തായാലും 8 മന്തായി. എന്നിട്ട് 9 മന്ത് ആയപ്പോൾ വീണ്ടും ഒരു സ്കാൻ ചെയ്തപ്പോൾ ആ കണ്ടീഷൻ സിവിയർ ആയിട്ടുണ്ടായിരുന്നെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ എത്രയും പെട്ടെന്ന് ഡെലിവറി ചെയ്യണം. അങ്ങനെ 18th May 2022 എന്നാണ് ഞങ്ങൾക്കൊരു ആൺകുട്ടി ജനിക്കുന്നത്. എനിക്ക് ആദ്യത്തെ 2 പെൺകുട്ടികളാണ്. അപ്പോൾ ജനിച്ചൊരു 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ കുട്ടീനെ NICUലോട്ട് ഷിഫ്റ്റ് ചെയ്തു. എന്നിട്ട് ബാക്കിയുള്ള ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്യാനും അപ്പം തന്നെ ആൻറ്റിബയോട്ടിക്സിൽ കുട്ടീനെ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളോട് ഡോക്ടർ സർജനെ റിഫർ ചെയ്തു. സർജനെ പോയി കണ്ട് ഇപ്പോൾ ജനിച്ച് ഒരു സെക്കൻഡ് ഡേ തന്നെ MCU എന്ന് പറഞ്ഞൊരു എക്സ്റേ ബാക്കിയുള്ള സ്കാൻസ് എല്ലാം ഈ കുഞ്ഞി കുട്ടിക്ക് ചെയ്യാൻ തുടങ്ങി അവർ. അപ്പോഴും റിസൾട്ട് എല്ലാം സെയിം തന്നെയായിരുന്നു. സർജനെ കൺസൾട്ട് ചെയ്തപ്പോൾ സർജൻ പറഞ്ഞതും ഇത് സിവിയർ കണ്ടീഷനാണ്, ചില കുട്ടികളിൽ ഇത് താനെ മാറും, പക്ഷേ ഇയാളുടെ കേസിൽ ഇത് ബർത്ത് ഡിഫക്റ്റ് ആണ്. അപ്പോൾ ഇത് മാറാൻ ഒരു സർജറി വേണ്ടി വരും. അപ്പോൾ അതിന് ഇനി ഫർദർ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ DTPA സ്കാൻ ചെയ്തു. ബാക്കിയുള്ള ടെസ്റ്റ് അതിലെല്ലാം ഇത് തന്നെയാണ് കണ്ടീഷൻ റിഫർ ചെയ്ത് കാണിച്ചത്. അപ്പോൾ സർജൻ അവസാനം പറഞ്ഞ് കുട്ടി തീരെ ചെറുതാണ്, അപ്പോൾ 6 മന്ത്സ് ആകുമ്പോൾ 6 മാസം ആകുമ്പോഴത്തേനും ഒരു വലിയ ഓപ്പൺ സർജറി തന്നെ വേണ്ടി വരും. അവൻ്റെ യുറേറ്റർ ഡയലേറ്റഡ് ആണ്, അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഡയലേഷൻ ഇത് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അപ്പോൾ ഇതും കൊണ്ട് കുട്ടിയുടെ കണ്ടീഷൻ ഓക്കെ ആകുമോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഓക്കെ ആവുമെന്ന് പറയാൻ പറ്റില്ല, നമുക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റേ ഉള്ളൂ, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് സ്കാനും ഫർദർ ട്രീറ്റ്മെൻറ്റും വേണ്ടി വരും. പിന്നെ വലുതാവുമ്പോൾ കുട്ടിക്ക് നോർമലായിട്ട് ബാക്കിയുള്ള ബോയ്സിനെ പോലെയൊക്കെ കളിക്കാനോ പിടിക്കാനോ പറ്റുമോ? അപ്പോൾ അതിനും ഡോക്ടർ ഗ്യാരൻറ്റി ഒന്നും പറഞ്ഞില്ല. പിന്നെ അതിനോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു, 2 കിഡ്നിയും എഫക്റ്റഡ് ആയ കാരണം, പ്രത്യേകിച്ചും ലെഫ്റ്റ് ഒത്തിരി സിവിയർ കണ്ടീഷനാണ്, റൈറ്റിൻ്റെ ഫങ്ഷനും കുറവാണ്. അതുകൊണ്ട് കാലക്രമേണ അവൻ വലുതാവുമ്പോൾ മിക്കവാറും 2 കിഡ്നിയും ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം കേട്ടോടെ ഞങ്ങൾ ആകെ വിഷമത്തിലായി. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥന വിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഡോക്ടറിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, എല്ലാം ഞങ്ങൾ ഈശോയിൽ സമർപ്പിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ പോയി. ഞങ്ങൾ ഒത്തിരി വിഷമിച്ച് കൊന്ത ചൊല്ലി. അപ്പോഴാണ് മനസ്സിൽ, ഞങ്ങൾ എപ്പോഴും മാതാവിൻ്റെ പേപ്പർ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കെ മനസ്സിലിങ്ങനെ വന്ന് എന്തായാലും ഉടമ്പടി എടുക്കണം, മാതാവ് ഒരു സർജറി കൂടാണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ ഈ അസുഖം മാറ്റിത്തരും, ഈ കണ്ടീഷൻ മാറ്റിത്തരും. ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞിരുന്നു ഇതൊരു ബർത്ത് ഡിഫക്റ്റാണ്, ജന്മന ഉള്ളതാണ്, ഇത് കറക്റ്റ് നമുക്ക് ശരിയാക്കാൻ പറ്റില്ല, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, ചെയ്യാൻ പറ്റില്ല, നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ കറക്റ്റ് മെഷേഴ്സ് ചെയ്യല്ലാണ്ട്. പക്ഷെ ഞങ്ങൾ പൂർണ്ണമായി മാതാവിൽ വിശ്വസിച്ച് അങ്ങനെയാണ് സെപ്റ്റംബറിൽ വന്ന് ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ വേറെ ഹോസ്പിറ്റലെല്ലാം റിപ്പോർട്ട്സായിട്ട് പോയി അവിടുത്തെ സർജനെ ഞങ്ങൾ കൺസൾട്ട് ചെയ്തു. അപ്പോൾ ഉടമ്പടി എടുത്ത് ഞങ്ങൾ ഈ ഉടമ്പടി എടുത്തോടുകൂടി ജനിച്ചപ്പോൾ തുടങ്ങി ഞങ്ങൾക്ക്
ജനിച്ചപ്പോൾ തുടങ്ങി ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഉടമ്പടി തൈലം കുഞ്ഞിൻ്റെ കിഡ്നിയുടെ അവിടെയും വയറ്റിലും എല്ലാ ദിവസവും 2 നേരം വെച്ച് പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിക്കുമായിരുന്നു, കൊന്ത ചൊല്ലുമായിരുന്നു. അപ്പോൾ അന്നും അതുപോലെ തന്നെ ചെയ്ത് മാതാവിൻ്റെ തൈലവും പേപ്പറും ഞങ്ങൾ ആ ഫയലിൻ്റെ കൂടെ വെച്ചും കൊണ്ടാണ് സർജനെ കാണാൻ പോയത്. അപ്പോൾ ഇതെല്ലാം ഡോക്യുമെൻറ്റ്സൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സർജൻ പറഞ്ഞ് നമ്മൾക്ക് എല്ലാ ടെസ്റ്റുകളും വീണ്ടും റിപ്പീറ്റ് ചെയ്യണം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ത് വേണം. അപ്പോൾ അത് എല്ലാ ദിവസവും ആൻറ്റിബയോട്ടിക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു കുട്ടിക്ക്. അങ്ങനെ ആദ്യത്തെ അവിടെ ആ ഹോസ്പിറ്റലിൽ ആദ്യം അൾട്രാസൗണ്ട് ചെയ്ത് അവിടെ മാതാവിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടി. ആ റിസൾട്ട് കണ്ട് സർജൻ പറഞ്ഞ് ഇതിൽ അവൻ്റെ കണ്ടീഷൻ ഇച്ചിരി ബെറ്ററാണ്, അപ്പോൾ സർജറി നമുക്ക് ആലോചിക്കാം, നമുക്ക് എന്തായാലും ആൻറ്റിബയോട്ടിക്സ് നിർത്താം, എന്നാലും DTPA സ്കാനും MCAയും ബാക്കിയുള്ള സ്കാൻസും നമുക്ക് കണ്ടിന്യൂ ചെയ്യണം, എന്നാലേ ഫൈനൽ റിസൾട്ട് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ബാക്കി ടെസ്റ്റുകൾ ഒരിടവേള വിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങി. സ്കാനിങ് കണ്ടിന്യൂ ചെയ്ത്. പക്ഷേ മാതാവിൻ്റെ ഒരു അനുഗ്രഹം, വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഓരോ ടെസ്റ്റുകളിലും ഓരോ ഇതിലും കിഡ്നിയിലുള്ള യുറേറ്ററിലുള്ള ഡയലേഷൻ കുറഞ്ഞു വന്ന് ഒരു വലിയൊരു അത്ഭുതമാണ്. സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ മോഡറേറ്റായി, അത് പിന്നെ മൈൽഡിലോട്ടായി. പിന്നെ ഈ കഴിഞ്ഞ നവംബർ 23 ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോഴത്തേനും സർജൻ പറഞ്ഞ് 2 കിഡ്നി ഫങ്ഷനും നോർമലായി, യുറേറ്ററിലെ ഡയലേഷനും നോർമലായി. അപ്പോൾ ഇത് കുട്ടിയുടെ ചെയ്തേക്കുന്ന സ്കാൻ റിപ്പോർട്ട്സും MCയുടെയും DTPA സ്കാൻസ് എല്ലാമാണ് ജനിച്ചു കഴിഞ്ഞ് ആ 3 മന്ത്സിനുള്ളിൽ ചെയ്ത റിപ്പോർട്ട്സും ഇതിപ്പോൾ കഴിഞ്ഞ കൊല്ലം വരെ ചെയ്ത സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട്സുമാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ്. മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഒറ്റ ഫലം കൊണ്ടാണ്. ഞങ്ങൾ വളരെ വിശ്വസിച്ച് തന്നെയാണ് പ്രാർത്ഥിച്ചത്. എന്തായാലും എൻ്റെ കുഞ്ഞിൻ്റെ മേത്ത് കത്തി വെക്കേണ്ടി വരില്ല, സർജറി ചെയ്യേണ്ടി വരില്ല, ആ ഒരു വിശ്വാസത്തിൽ ഡെയിലി ഞങ്ങൾ കൊന്ത ചൊല്ലിയും എണ്ണ പുരട്ടിയും പ്രാർത്ഥിക്കുമായിരുന്നു, കാലത്തെയും വൈകുന്നേരം. അതുപോലെ കുഞ്ഞും അതേ മാതാവിനോട് ഒത്തിരി അറ്റാച്ച്ഡാണ്. മമ്മാന്നേ മാതാവിനെ വിളിക്കുള്ളൂ, എവിടെ കണ്ടാലും തൊട്ടുമുത്തലും. എന്നാൽ അത്രയും അവൻ പ്രാർത്ഥനയിലാണ്. ആ പ്രാർത്ഥനയോട് കൂടിയാണ് ഞങ്ങൾക്ക് ഇത് സാധിച്ച് കിട്ടിയത്. അതിനോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ ഈ ഉടമ്പടി ഞങ്ങൾ എടുത്തതിന് പിന്നെ ഒരുപാട് കാര്യങ്ങൾ മാതാവ് ഞങ്ങൾക്ക് സാധിച്ചു തന്നു. അതിൽ ഏറ്റവും മെയിൻ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനും ഹസ്ബൻഡും ജോലിയിലായിരുന്നു. പക്ഷേ എൻ്റെ ജോലി എനിക്ക് വിടേണ്ടി വന്നു. അപ്പോൾ സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ട് ഉണ്ടായി. 2 കുഞ്ഞുങ്ങൾ പഠിക്കുന്നതായിരുന്നു. ഇയാളുടെ സ്കാനിങ്ങും എല്ലാ മാസവും ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകണം, സ്കാൻ ഉണ്ടാകും. അപ്പോൾ അതിനൊക്കെ ഒത്തിരി പൈസ ചിലവായിരുന്നു. അതിനോടൊപ്പം തന്നെ വീട്ടിലും എൻ്റെ മദർ ഇൻ ലോ വീണ് അങ്ങനെ ഒരു ഹിപ്പ് സർജറി 2 സർജറിയൊക്കെ വേണ്ടി വന്ന് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ സമയത്ത്. അതിനോടൊപ്പം തന്നെ ഹസ്ബൻഡ് റിലേറ്റീവ്സ്, ഹസ്ബൻഡ് കൂടപ്പിറപ്പുകൾ ഒരുപാട് നമ്മളെ പലതരത്തിലും മാനസികമായിട്ട് പീഡിപ്പിച്ച് നമ്മളെ കുറ്റാരോപണമൊക്കെ ചെയ്ത്. പക്ഷേ ഞങ്ങൾ കരഞ്ഞാണ് അപേക്ഷിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ഞങ്ങൾ മുട്ടുമെന്ന് നിന്ന് കൊന്ത ചൊല്ലുകയും കൃപാസന മാതാവിന് പ്രത്യേകം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ കരഞ്ഞ്, ഞാനും കുഞ്ഞുങ്ങളും കരഞ്ഞ് ആണ് അപേക്ഷിച്ചുകൊണ്ട് ഇരുന്നത്. പക്ഷേ ഈ എല്ലാ സമയത്തും ഹോസ്പിറ്റലിൽ പോകുന്നതും ഓരോ കുറ്റങ്ങളും ആരോപണങ്ങളും കേൾക്കുന്ന സമയത്തും പിടിച്ചു നിൽക്കാൻ ഒരു ധൈര്യം തന്നത് മാതാവാണ്. പിന്നെ മാതാവിൻ്റെ തന്നെ ഒരു വലിയ അത്ഭുതം പോലെ തന്നെ ആരെന്ത് പറഞ്ഞാലും ഞങ്ങളുടെ സത്യാവസ്ഥ ലോകത്തിന് മുമ്പിൽ മാതാവ് കാട്ടിത്തന്നു. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മാതാവ് തുറന്ന് തന്നെ കാട്ടിത്തന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയാണെങ്കിലും ഞാൻ ഓർക്കാപ്പുറത്ത് തന്നെ എനിക്ക് കഴിഞ്ഞ ഡിസംബറിൽ വീണ്ടും എൻ്റെ ജോലിയിലോട്ട് കയറാൻ എനിക്ക് എൻ്റെ ജോലി സ്ഥലത്തുനിന്ന് എനിക്ക് വിളി വന്ന് അപ്പോൾ എനിക്ക് ജോലിയിൽ തിരിച്ച് കയറാൻ പറ്റി. അപ്പോൾ ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ ഭംഗിയായി നടത്തി തന്നു. പിന്നെ എൻ്റെ മോള് +2 നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സായി. എൻ്റെ മൂത്ത മോള് 10th മാർക്സ് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് അവളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെച്ച് പ്രാർത്ഥിച്ച് എല്ലാത്തിനെയും ഫലമായി +2 അവൾക്ക് 94% മാർക്സോട് കൂടിയാണ് എൻ്റെ മോള് പാസ്സായത്. അത് മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ജോലി, അതും ഒരു സ്ഥിരത കൊടുത്തത് അതും മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മാതാവ് നടത്തി തന്നത്. ഇപ്പോൾ കുടുംബപരമായ ഒരുപാട് പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും
നമ്മളുടെ ശാരീരിക പ്രശ്നങ്ങളും ഹെൽത്ത് ഇഷ്യൂസ് അതെല്ലാത്തിലും മാതാവ് പല രീതിയിലും ഞങ്ങൾക്ക് ഇടപെട്ടിട്ടുണ്ട്. അതിനോടൊപ്പം ഓരോ കാര്യങ്ങൾ എൻ്റെ കുഞ്ഞിനെ തന്നെ കണ്ട് ഒരുപാട് ഫ്രണ്ട്സിനോടും അറിയണ എല്ലാവരോടും ഈ കുഞ്ഞൊരു അത്ഭുതമാണ്, എന്താണ് കിട്ടില്ല എന്ന് പറഞ്ഞ് കുഞ്ഞാണ്, പക്ഷേ അത് തന്നെ ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. മാതാവിൻ്റെ ഒരു കുഞ്ഞാണ് ഞങ്ങൾ അത് പറയണത്. ഇത്രയും പ്രായത്തിലും ഒരു കുഴപ്പം കൂടാണ്ട് കിട്ടിയൊരു കുഞ്ഞ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും പറയുകയും പേപ്പർ ഞങ്ങളോട് അറിയുന്ന എല്ലാ ആൾക്കാരോടും ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയും. ഒരുപാട് ആൾക്കാർ അതിൽ വിശ്വസിക്കുകയും അതുപോലെ തന്നെ ഞങ്ങൾ ഈ പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ചും കൊന്ത ചൊല്ലിയും കൃപാസൻ്റെ ഉടമ്പടിയുടെ കാര്യം ഞാൻ എല്ലാവരോടും, എനിക്ക് പരിചയമുള്ള എന്നെ അറിയുന്ന എല്ലാവരോടും ഞാൻ പറയാറുണ്ട്. ഉടമ്പടിയുടെ ഒരു ശക്തിയാണ് എൻ്റെ കുഞ്ഞിന് എനിക്കിങ്ങനെ കിട്ടിയത്. ഞങ്ങളുടെ ഒരുപാട് പ്രതിസന്ധിയിൽ ഞങ്ങൾ കടന്നു പോയിട്ട് എല്ലാം ഒരുമിച്ചാണ് ഞങ്ങൾക്ക് നേരിടേണ്ടി വന്ന്. അതിനെല്ലാം പിടിച്ചു നിൽക്കാൻ തന്ന ഒരിത് ഈ ഉടമ്പടിയിലെ പ്രാർത്ഥനയും മാതാവിൻ്റെ അനുഗ്രഹവുമാണ്. ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മൾ വെറുതെ എടുത്താൽ പോരാ, അത് പൂർണ്ണ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാലേ അതിന് ഫലമുണ്ടാവുള്ളൂ. ഉപവസിച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് നമ്മൾ ചൊവ്വാഴ്ചകളിൽ യൂട്യൂബ് വീഡിയോസ് കാണുക, അതുപോലെ അച്ഛൻ്റെ രാവിലെയുള്ള പ്രാർത്ഥന, വൈകിട്ടുള്ള പ്രാർത്ഥന, ഇതൊക്കെ കറക്റ്റായിട്ട് ചൊല്ലി, അതുപോലെ തന്നെ നമ്മൾക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കുക, ഹോസ്പിറ്റലിൽ പോവുക. കൃപാസനം പേപ്പർ അത് വളരെയധികം ശക്തിയുള്ള ഒരു പേപ്പറാണ്. എല്ലാവരോടും പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത് ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറഞ്ഞ സംഭവം ആൺകുട്ടികളിൽ കൂടുതലും കണ്ടുവരുന്നതാണ്. അത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനിലൂടെ മാറ്റാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ വരെ മിക്കവരും പറഞ്ഞു. പക്ഷേ കൃപാസന മാതാവിൻ്റെ സഹായത്താലേ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടെല്ലാം മാറ്റി എല്ലാം ഭംഗിയോടുകൂടി തന്നെ ഞങ്ങൾക്ക് സാക്ഷ്യം എന്ന് പറയാനായിട്ട് കൃപാസന മാതാവ് തന്നെ ഞങ്ങളെ സഹായിച്ചു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ഒരു കുടുംബം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വ്യക്തമായിട്ട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ പ്രതി ദൈവത്തിന് നന്ദി പറയുകയും അപ്പോൾ ഓരോ വ്യക്തികളും ഈ ഒരു അനുഗ്രഹത്തിലേക്ക്, ഒരു ദൈവാനുഭവത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇടവന്ന അവർ ചെയ്തിട്ടുള്ള കുറേയേറെ കാര്യങ്ങളാണ് ഈ കേട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പം മിക്ക കുടുംബങ്ങളുടെയും സാക്ഷ്യങ്ങളിൽ ആവർത്തിക്കപ്പെടുന്നൊരു കാര്യം എന്ന് പറയുന്നത് അവർ ഒരുമിച്ച് ഈ ഒരു നിയോഗത്തിനുണ്ട്. ഇപ്പോൾ ഇവർ വേറെ 2 മക്കളും കൂടെ ഉണ്ട് ഇവർക്ക്. അവരെല്ലാവരും കൂടെ ഒരുമിച്ച് എല്ലാ ദിവസവും ഈ ഒരു നിയോഗത്തിന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു എന്നൊരു കാര്യം ഈ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. അതുപോലെ മിക്ക സാക്ഷ്യങ്ങളും, കുടുംബങ്ങളുടെ സാക്ഷ്യങ്ങൾ ഒരുമിച്ച് എന്ന് പറയുന്ന മിക്ക സാക്ഷ്യങ്ങളിലും അവർ ഒറ്റയ്ക്ക് മുറിയടച്ച് പ്രാർത്ഥിച്ചെന്നല്ല പറയണത്. ഒരു കുടുംബമായിട്ട് മുട്ടുകുത്തി ഒരുമിച്ച് കൈകൾ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചെന്ന് ആവർത്തിക്കപ്പെടുന്ന കാര്യം അത് ഈ കുടുംബത്തിലും. അല്ലെങ്കിൽ ഈ സാക്ഷ്യങ്ങൾ കുടുംബമായിട്ട് പറയുന്നത് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ നോക്കിയാൽ മതി. അപ്പം അങ്ങനെ ഒരുമിച്ച് ഒരു കുടുംബം മുഴുവൻ, മക്കളും ഉൾപ്പെടെ, കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നതിനോടൊപ്പം ഒരു നിയോഗത്തിന് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പം ഈ 1-2 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്ന എന്നൊരു വചനമുണ്ടല്ലോ, ആ വചനത്തിൻ്റെയൊക്കെ സാർത്ഥമാകുന്ന അങ്ങനെ സമയമാണ്. അപ്പം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും കൂടി നമ്മളിങ്ങനെ ചേർത്ത് പഠിക്കണം. അപ്പം ഒരു അനുഭവം കിട്ടിയെന്ന് പറയുമ്പോൾ ഇവിടെ വന്നു എന്നതിനോടൊപ്പം അവർ ഇതിൻ്റെ പിന്നാലെ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ ഭാഷയിലാണ് എല്ലാ സാക്ഷ്യങ്ങളിലും പറയണത്. രണ്ടാമത്തേത് ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിനെക്കുറിച്ചാണ്. പ്രായത്തിൻ്റെ ഡിമെറിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ലേറ്റ് പ്രഗ്നൻസി ആകുമ്പോൾ ഒരു ഡിഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. എങ്കിലും അബോർഷൻ ചെയ്യുന്നില്ല എന്നുള്ളൊരു നിലപാട് എടുത്തത് അത് ദൈവികമായൊരു നിലപാടാണ്. കാരണം നമുക്കറിയാം, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിൽ ഏറ്റവും വലിയ പാപമായിട്ട് കരുതുന്നത് അബോർഷനാണ്. അബോർഷൻ എന്ന പാപത്തിന് പോലും കുമ്പസാരത്തിൽ തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈദികരെ മാത്രം കണ്ട് പാപമോചനം നൽകുന്ന തരത്തിൽ അത്രയും സീരിയസ് ആയിട്ട് ഉള്ളൊരു അഫെയറായിട്ടാണ് അതിനെ കാണുന്നത്. കാരണം ഒരു വലിയൊരു പാപത്തിൻ്റെ ഒരു സാധ്യത അതിനകത്ത്. അപ്പോൾ അതിന് ഇപ്പോൾ ഇവിടെ വന്ന സാക്ഷ്യങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വന്ന സാക്ഷ്യങ്ങളിലും അവരെന്താണെങ്കിലും കുഞ്ഞിനെ സ്വീകരിക്കാനായിട്ടൊരു മനോഭാവം കാണിച്ച്, ഇപ്പം നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം അവിടെ വിശ്വാസത്തോടൊപ്പം ദൈവം ചേർന്ന് നിന്നു എന്നുള്ളതാണ്. അതിന് വ്യക്തമായിട്ട് അവരുടെ പ്രാർത്ഥനയുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്. ഏറ്റവും അവസാനം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനുണ്ടായ ഒരു വിശ്വാസത്തിൻ്റെ ഉണ്ടായ ഒരു മാറ്റവും, അപ്പം അവരുടെ കുടുംബം തന്നെ ഒരു റീസെറ്റിൽമെൻറ്റ് ദൈവം നടത്തുന്നുണ്ട്. പോയ ജോലി തിരിച്ചു വരുന്നു. അപ്പോൾ ഇനി ഈ കുടുംബത്തിനോട് നമ്മൾ ലൂക്കയുടെ 1:36-37 പറയാം, റെബേക്ക പ്രായമേറിയിരുന്നു, അവൾ വന്ധ്യയായിരുന്നു, സാറായി വന്ധ്യയായിരുന്നു. അപ്പോൾ ദൈവം അവർക്കൊരു കുഞ്ഞിനെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ
ഈ കുടുംബത്തിന് വിശ്വസിക്കാൻ ഇനി എളുപ്പമാണ്. കാരണം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടാകുന്നത് വരെ നമുക്കൊരിക്കലും അടയാളങ്ങളും അത്ഭുതങ്ങളും ബൈബിൾ എഴുതിയിരിക്കുന്ന ഒന്നും നമുക്കത് വിശ്വസിക്കാനായിട്ട് തോന്നണമെന്നില്ല. കാരണം അതൊക്കെ ഊഹാപോഹങ്ങളായിട്ടും കെട്ടുകഥകളായിട്ട് നിൽക്കും. അപ്പോൾ ഈ ഉടമ്പടിയിൽ സംഭവിക്കുന്ന ഒരു അത്ഭുതം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതുപോലെ വ്യക്തമായിട്ട് ബോധ്യത്തോടു കൂടി ഈ ലോകത്തിന് മുമ്പിൽ വിളിച്ച് പറയാൻ തക്കവിധമുള്ള ദൈവാനുഭവം, അതൊരു പക്ഷേ പ്രാർത്ഥിക്കുന്നതോ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്നൊരു അനുഭവം. കാരണം അതിന് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു എന്ന് മാത്രം, അതാണ് പറയുന്നത്. ഓരോ സാക്ഷ്യം ശ്രദ്ധിച്ച് കേൾക്കുമ്പം അവരെന്താണ് പ്രാർത്ഥിച്ചതെന്നാണ് കോൺസെൻട്രേറ്റ് ചെയ്യണം. അവർക്ക് കിട്ടിയതും കിട്ടാതിരുന്നതും നമ്മുടെ വിഷയമല്ല, അവരെന്താണ് അതിനുവേണ്ടി പ്രാർത്ഥിച്ചെന്നുള്ളത്. ഇപ്പോൾ ചെറുപ്പക്കാരുൾപ്പെടെ സാക്ഷ്യങ്ങൾ പറയുമ്പം ഇതുപോലെ അവർ ചെയ്ത എക്സ്ട്രാ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഒരു മെഡിക്കൽ സാക്ഷ്യമാകുമ്പോൾ അതിൻ്റെ റിപ്പോർട്ട് ഉൾപ്പെടെ അവരിവിടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് മെഡിക്കൽ സാക്ഷ്യങ്ങൾ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. കാരണം ഈ ഒരു ഇപ്പം എന്തുകൊണ്ട് കൃപാസനം മാതാവിൻ്റെയൊക്കെ പ്രാർത്ഥിച്ച് കിട്ടിയെന്ന് പറയുന്നതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണതല്ല, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് ഇവിടെ വിഷയം. അതാണ് ഉടമ്പടി എടുത്ത എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഇവിടെ മാതാവിൻ്റെ രൂപം ഉള്ളതൊന്നും അല്ല പ്രത്യേകത, അത് എല്ലാ പള്ളിയിലും ഉള്ളതല്ല. ഇവിടെ ഈ ഇടത്തെ പ്രത്യേകമായിട്ട് ദൈവം തിരഞ്ഞെടുത്തുവെന്ന് ലോകത്തിൽ വിളിച്ചു പറയണമെങ്കിൽ ഈ ഇടത്ത് വരുന്നവർക്ക് ദൈവാനുഭവം ഉണ്ടാവണം. അത് സഭയുടെ ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് ഒരാൾക്ക് ദൈവാനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അതൊന്നും എടുത്ത് എല്ലാവരും അറിയിച്ച് പള്ളിയിൽ വിളിച്ച് പറഞ്ഞ് പ്രഖ്യാപിക്കത്തൊന്നുമില്ല. അതിന് സമയമെടുക്കും. അത് ഒരാളുടെ ആ ജീവിതം ഒരുപാട്, ഇപ്പോൾ വിശുദ്ധരാകുന്ന ചടങ്ങുകളൊക്കെ വിശുദ്ധന്മാർ മരിച്ചിട്ട് 10-100 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പം യുക്തിക്കും ശാസ്ത്രത്തിനും മുകളിലെ തെളിവുകൾ വേണം ദൈവം ഇപ്പോൾ ഇവിടെ വരുന്ന എല്ലാവർക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യത്തിലേറെ അനുഭവങ്ങൾ നമുക്കായി, എങ്കിലും മാതാവ് ആഗ്രഹിക്കുന്ന സമയത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വന്ന് വഴിയിലൂടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് പോലും അനുഭവം കിട്ടുന്നു പറയുമ്പോൾ ഇവിടെ എന്തോ ഒരു ദൈവിക സാന്നിധ്യമുണ്ടെന്നാണ് അതിൻ്റെ ഒരു യുക്തി. അത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവർ വലിയ അസാധ്യമായ കാര്യങ്ങൾ നടക്കുമ്പോൾ അത് ദൈവം പ്രത്യേകമായിട്ട് ഇടത്ത് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് യുക്തി. അങ്ങനെയാണ് ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണമായിട്ട് നമ്മളിത് റെക്കോർഡ് ചെയ്യുന്നതും ഇത് ഫയൽ ചെയ്യുന്നതും. ദൈവം സഹായിച്ച അനുദിനം നമുക്കിതിനും വലിയ അനുഭവങ്ങൾ ലഭിക്കുന്നു. അതിനും ദൈവമാതാവിന് നന്ദി പറയാം. അപ്പം പരിശുദ്ധ അമ്മയിലൂടെ ഈ കുടുംബത്തിന് ലഭിച്ച കുഞ്ഞിനെയും മറ്റെല്ലാ കാര്യങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാം.